സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് 16-ാം തീയതി ബീച്ചിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷന്റെ ഭാരവാഹികളെ പരിചയപ്പെടുത്താം. ശ്രീ വിജയമോഹൻ പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ശ്രീ മുൻഫർ കക്കോടി സംസ്ഥാന ട്രഷറർ, ശ്രീ മിഥുൻ കാസർഗോഡ് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി, ശ്രീ CS രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് തൃശൂർ, ശ്രീ റഫീഖ് കോഴിക്കോട് ജില്ലാ ട്രഷറർ. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ആദ്യമായാണ് ഫിറ്റ്നസ് മേഖലയിൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ബോഡി ബിൽഡിംഗ് മത്സരം മാത്രമല്ല, മെൻ ഫിസിക്, വിമൻ ഫിസിക്, വുമൻ ഫിറ്റ്നസ്, വുമൻ വെൽനസ് എന്നീ കാറ്റഗറിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം മെൻ ഫിസിക്, ജൂനിയർ മെൻ ഫിസിക്, ക്ലാസിക് ഫിസിക്, മാസ്റ്റേഴ്സ് ഫിസിക്കലി ചലഞ്ച് തുടങ്ങിയ കാറ്റഗറികളുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കായി ഒരു മത്സരവും കൂടിയുണ്ട്. കിഡ്സ് വിഭാഗമായിട്ടും മത്സരം നടത്തുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഹാളിൽ വെച്ചാണ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾ നടത്തിയിരുന്നത്. നമ്മളിത് ഓപ്പണായിട്ട് മത്സരം നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ന് മയക്കുമരുന്ന് എന്നുള്ള ഒരു വ്യാപനം കേരളം മുഴുവൻ ആഞ്ഞടിക്കുകയാണ്. അത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണം നടത്തുന്ന രീതിയിൽ ഓപ്പണായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ഇതുവരെയും മറ്റുള്ള അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നമ്മളിങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ കാരണം ക്ലബ്ബുകൾക്ക് വേണ്ടുന്ന പ്രാധാന്യം വരുന്ന രീതിയിൽ ക്ലബ്ബ് ഉടമകളുടെ സംഘടനയായ കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ മത്സര രംഗത്തേക്ക് വരുന്നത്. നമ്മൾ ബോഡി ബിൽഡിംഗ് മാത്രമല്ല, കഴിഞ്ഞ മാസം പാലക്കാട് വെച്ച് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെ സുകുമാരൻ എന്ന് പറയുന്ന ഒരു ക്ലബ് ഉടമയ്ക്ക് സാമ്പത്തികമായി പിന്നോക്കമുള്ള അദ്ദേഹത്തിന്റെ വീട് പുനർനിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞു. തൃശൂർ ജില്ലയിലുള്ള ശ്രീ ഇസ്മായിൽ, ആം റെസ്ലിംഗ് ലോക ചാമ്പ്യനായിട്ടുള്ള ശ്രീ ഇസ്മായിലിന് സാമ്പത്തിക സഹായം നൽകി അദ്ദേഹത്തിന് ചികിത്സാ സഹായം നൽകാൻ കഴിഞ്ഞു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത് ഈ മേഖലയിലുള്ള പ്രായാധിക്യമുള്ള എല്ലാവർക്കുമായി ഒരു വൃദ്ധസദനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. മറ്റുള്ള എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ നമുക്കറിയാം, ഇന്ന് അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ബിൽഡിംഗ് മത്സരം നടത്തുകയും ക്ലബ്ബുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഈ കായിക മേഖലയിലുള്ള എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. യാതൊരു ബോഡി ബിൽഡിംഗ് സംഘടനകൾക്കും ദേശീയ തലത്തിൽ അംഗീകാരമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 5 വർഷക്കാലമായി നമ്മൾ ഈ സംഘടന രൂപീകൃതമായിട്ടും യാതൊരുവിധ ചാമ്പ്യൻഷിപ്പിലേക്കും വരാത്തത്. എന്നാൽ ക്ലബ്ബുകളിൽ നിന്ന് വർഷങ്ങളോളം പരിശീലനം നൽകി കൊണ്ടുവരുന്ന ബോഡി ബിൽഡേഴ്സിന് വേണ്ടുന്ന പരിഗണന നൽകുകയോ ക്ലബ്ബ് ഉടമകൾക്ക് വേണ്ടുന്ന പരിഗണനയോ നൽകാതെ നടത്തുന്ന മത്സരങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇനിയുള്ള കാലത്തെങ്കിലും നമ്മുടെ ബോഡി ബിൽഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മുടെ സംഘടന ലക്ഷ്യമിടുന്നത്. ഞാൻ VK അനിൽകുമാർ, കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ്. വിജയികളാകുന്ന എല്ലാവർക്കും പ്രൈസ് മണിയും മെഡൽസും ട്രോഫിയും കൊടുത്തുകൊണ്ടാണ് കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു ചെറിയ മാറ്റം കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 15, 16 എന്ന് പറഞ്ഞ ഡേറ്റ് ഒന്ന്, ഈ വെയിങ് ഡേറ്റ് ഒന്ന് 16-ാം തീയതി രാവിലേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. കാരണം വിവിധ ജില്ലകളിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ചാണ് ഞങ്ങൾ ആളുകൾക്ക് വരുന്ന അത്ലറ്റുകൾക്ക് വരുന്നതിനും താമസിക്കുന്നതിനും ബുദ്ധിമുട്ടുള്ള അറിയിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ അത് മാറ്റാൻ തീരുമാനിച്ചത്. അതായത് 16-ാം തീയതി രാവിലെ 7 മണി മുതൽ വെയിങ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ ഡേറ്റ് എല്ലാ അത്ലറ്റുകൾക്കും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിലുള്ള ഏത് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷനിലേക്ക്. എല്ലാ മത്സരാർത്ഥികളും വന്ന് പങ്കെടുക്കുക. എല്ലാവർക്കും പ്രൈസ് മണിയും മെഡലും ട്രോഫിയും കൊടുത്തിട്ടാണ് നമ്മൾ അവരെ സ്വീകരിക്കുന്നത്. ഇത് ഒമ്പിച്ച വിജയമാക്കണമെന്ന് കേരളത്തിലുള്ള എല്ലാ അത്ലറ്റുകളോടും ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് വിജയമോഹൻ, കേരള സ്റ്റേറ്റ്
ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി. താങ്ക് യു. രൂപയാണ് നമ്മൾ പ്രൈസ് മണി കൊടുക്കുന്ന മെഡലും ട്രോഫിയും. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ ഫിറ്റ്നസ് സെന്റർ ഉടമകളുടെയും ട്രെയിനേഴ്സിന്റെയും ഒരു സംഘടനയാണ്. ഇത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ സ്റ്റേജിൽ വലിയൊരു ബിഗസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ വുമൻസിനുള്ള ഫിസിക്കലി ആയിട്ട് ഫിറ്റ്നസ് കോമ്പറ്റീഷൻ, അതായത് വെൽനസ്, അതേപോലെ തന്നെ മോംസ് ഫിറ്റ്നസ്, അത്ലറ്റിക് ഫിറ്റ്നസ് തുടങ്ങിയ മത്സരങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അത് ഇപ്പം 4-5 വർഷമായിട്ട് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരമാണ്. ഈ മത്സരം വൈകിട്ട് 5 മണിക്ക് നമ്മുടെ MP MK രാഘവൻ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഏകദേശം 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കൊടുത്തുകൊണ്ടാണ് ഈ മത്സരം നടത്തുന്നത്. ഇത് സീനിയർ വിഭാഗത്തിലും സബ് ജൂനിയർ വിഭാഗത്തിൽ, ജൂനിയർ വിഭാഗത്തിലായിട്ട് മാസ്റ്റേഴ്സും ഉൾപ്പെടെ പുരുഷന്മാർക്കുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 7,000 രൂപ ക്യാഷ് പ്രൈസും, 2ാം സ്ഥാനം നേടുന്നവർക്ക് 5,000 റുപ്പീസ്, അതേപോലെ തന്നെ 3ാം സ്ഥാനം നേടുന്നവർക്ക് 3,000 റുപ്പീസ്, അങ്ങനെ ക്യാഷ് പ്രൈസ് ഓരോ ക്ലാസ്സിലും നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആവുന്ന മിസ്റ്റർ കേരള ടൈറ്റിൽ വിന്നർക്ക് 50,000 രൂപ ക്യാഷ് പ്രൈസും, അതേപോലെ ജൂനിയർ മിസ്റ്റർ കേരള ആവുന്ന വ്യക്തിക്ക് 25,000, സബ് ജൂനിയറിന് 15,000 ആണ് നമ്മൾ നൽകുന്നത്. അപ്പം ഇത്തരം ചാമ്പ്യൻഷിപ്പിന് ഇത്തരം പ്രൈസ് മണി കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ആദ്യത്തെ ഇവന്റ് ആണ് കോഴിക്കോട് നടക്കാൻ പോകുന്നത്. ഇത് വലിയൊരു ബിഗസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. അതിൽ എല്ലാവരുടെയും സഹകരണം കൂടെ ഉണ്ടാവണം. പല ജില്ലയിൽ നിന്നും മത്സരാർത്ഥികൾ എത്തിപ്പെടുന്നുണ്ട് മത്സരത്തിൽ. എൻ്റെ പേര് മുൻഫർ, കോഴിക്കോടാണ്, കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷന്റെ ട്രഷറർ. താങ്ക് യു. കേച്ചോ എന്ന സംഘടന വ്യത്യസ്ത മേഖലയിലുള്ള ഫിറ്റ്നസ്സിലുള്ള ആളുകളെ ഒരു കൊടക്കിയിൽ കൊണ്ടുവന്ന സംഘടനയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഫിറ്റ്നസ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ പിടിച്ച് നിൽക്കണ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക, രണ്ടാമത് ക്യൂരിയോസിറ്റി, മൂന്നാമത്തെ അപ്ഡേഷൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മലയാള മനോരമയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഫിറ്റ്മാനിയ, ഒരു അയൺ ഗെയിം നടത്തിയിരുന്നു. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു അയൺ ഗെയിം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ഗുസ്തി മത്സരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വർഷം തന്നെ ആം റെസ്ലിംഗ് മത്സരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും, അതായത് ജിം ഓണേഴ്സ്, അതുപോലെ ഫിറ്റ്നസ്സിലെ ട്രെയിനേഴ്സിന്റെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ് കേച്ചോ. ഓക്കെ, താങ്ക് യു.